എന്താണ് ഡിജിറ്റൽ ഡിമെൻഷ്യ? ഇതൊരു രോഗമാണോ? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഡിജിറ്റൽ ഡിമെൻഷ്യ ഒരു രോഗമെന്ന് പറയാൻ കഴിയില്ലെങ്കിലും രോഗത്തേക്കാൾ അപകടകരമായ ഒരു അവസ്ഥയാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ മറവി രോഗം പോലുള്ള അസുഖങ്ങളിലേക്ക് എത്തിയേക്കാം. 2012 ജർമ്മൻ ന്യൂറോ സയന്റിസ്റ്റും സൈക്കാട്രിസ്റ്റുമായ മാൻഫ്രെഡ് സ്പിറ്റ്സറാണ് ഡിജിറ്റൽ ഡിമെൻഷ്യ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. എന്നാൽ 2025 ആകുമ്പോൾ ഡിജിറ്റൽ ഡിമെൻഷ്യ എന്ന വാക്കിന്റെ ശക്തി കൂടുകയാണ് ചെയ്തത്. കാരണം മൊബൈൽ, കമ്പ്യൂട്ടർ, TV തുടങ്ങിയ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിതമായ ഉപയോഗം തന്നെ. ഡിജിറ്റൽ ഡിമെൻഷ്യയുടെ ചില ലക്ഷണങ്ങളായി പറയുന്നത് ഓർമ്മക്കുറവ് സംഭവിക്കുക, ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക, വിദ്യാർത്ഥികളിൽ പഠനശേഷി കുറയുക, കാര്യങ്ങളെ കൃത്യമായി വിശകലനം ചെയ്യാൻ കഴിയാതിരിക്കുക, പ്രശ്നപരിഹാരശേഷി കുറയുക, വികാരങ്ങളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, അതായത് പെട്ടെന്ന് ദേഷ്യം വരിക, അസ്വസ്ഥത തോന്നുക തുടങ്ങിയവയൊക്കെ. ഇതൊക്കെയാണ് ഡിജിറ്റൽ ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങളായി പറയുന്നത്. ഡിജിറ്റൽ ലോകത്ത് മണിക്കൂറുകളോളം ചെലവഴിക്കുമ്പോഴാണ് ഡിജിറ്റൽ ഡിമെൻഷ്യ എന്ന അവസ്ഥ സംഭവിക്കുന്നത്. നമ്മൾ അന്വേഷിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ മറുപടി ഒരു ക്ലിക്കിലൂടെ ഇന്റർനെറ്റ് സമ്മാനിക്കുമ്പോൾ ചിന്തിക്കാനുള്ള നമ്മുടെ തലച്ചോറിന്റെ ശേഷി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു കാര്യം ഓർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ഹിപ്പോകാമ്പസ് എന്ന ഭാഗം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ പലതരത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഡിജിറ്റൽ ഉപകരണങ്ങളെ നാം അമിതമായി ആശ്രയിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് ആ വിവരങ്ങൾ സ്വയം ഓർമ്മിച്ചെടുക്കാനുള്ള അവസരം കുറയുന്നു. ഇത് ഹിപ്പോകാമ്പസിന്റെ പ്രവർത്തനത്തെ മന്ദഗതിയിലാക്കുകയും ദീർഘകാല ഓർമ്മകൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതുതന്നെയാണ് ഡിജിറ്റൽ ഡിമെൻഷ്യയുടെ പ്രധാന കാരണം. മൊബൈൽ, ലാപ്ടോപ്പ്, TV എന്നിവ അമിതമായി ഉപയോഗിക്കുന്ന കുട്ടികളിലും യുവതിയുവാക്കളിലുമാണ് ഇത് സാധാരണയായി കണ്ടുവരുന്നത്. കൂടുതൽ സമയം ഇതൊക്കെ ഉപയോഗിക്കുന്നവരുടെ ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കുന്നു. കൃത്യമായി വ്യായാമം ചെയ്യാത്തവരാണെങ്കിൽ ഇത് മസ്തിഷ്കത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുമെന്നും കൂടാതെ മറവി രോഗത്തിന് സാധ്യത കൂടുതലാണെന്നും ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഡിജിറ്റൽ ഡിമെൻഷ്യ തടയുന്നതിനായി ചെയ്യാവുന്നതിൽ പ്രധാനമായത് ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുക എന്നതാണ്. ഒരു നിശ്ചിത സമയം മാത്രം ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കൂടാതെ യോഗ പോലുള്ള ശാരീരിക വ്യായാമം കൃത്യമായി ചെയ്യുക. കൃത്യമായി 7 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക. രാത്രിയിൽ ലൈറ്റിന്റെ പ്രകാശമില്ലാതെ മൊബൈലിൽ നോക്കി മണിക്കൂറുകളോളം കിടക്കുന്ന ശീലം ഒഴിവാക്കുക. തൊഴിലിന്റെ ഭാഗമായി മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവ ഉപയോഗിക്കുന്നവർ കഴിയുന്നതും ഡ്യൂട്ടി സമയത്ത് മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഉപയോഗിക്കുമ്പോഴും ഇടയ്ക്കിടെ ഇടവേളകൾ എടുക്കുക. ഇതൊക്കെയാണ് ഡിജിറ്റൽ ഡിമെൻഷ്യയെ തടയാനുള്ള മാർഗങ്ങൾ.